ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നു മുതൽ ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനിടയിലും ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകളും നീക്കങ്ങളും ബന്ദിമോചനത്തിനും വെടിനിർത്തൽ കരാറിനും തടസ്സമാകുമോ എന്ന് ലോകം ഭയപ്പെടുകയാണ്. ഈ കരാർ എത്രയധികം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. വെടിനിർത്തൽ കരാറിലൂടെ ഹമാസിന് മുൻപിലുള്ള കീഴടങ്ങൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും എത്രയധികം നാണക്കേടും പരാജയവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രസ്താവനയെന്ന് ലോകം വിലയിരുത്തുന്നു. അതിൽ ആദ്യത്തേത് നെതന്യാഹു ഇന്നലെ രാജ്യത്തോടായി നടത്തിയ ഒരു പ്രസ്താവനയാണ്. യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങൾ നിറവേറ്റും, എല്ലാ ബന്ദികളെയും ഞങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് നെതന്യാഹു തന്റെ പ്രസംഗം ആരംഭിച്ചത്. ട്രംപ് ഞങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങളും പണവും തന്ന് സഹായിച്ചാൽ ഗസ ഇനി ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ജനങ്ങൾക്ക് നെതന്യാഹു ഉറപ്പ് കൊടുത്തത്. അതിന് കാരണം ഇസ്രായേലിൽ ഈ വെടിനിർത്തൽ കരാറിനെ എതിർക്കുന്ന വളരെയധികം ആളുകളുണ്ട്. അവർ ഇസ്രായേലിന് വലിയൊരു നാണക്കേടാണ് ഈ കരാർ എന്ന് തറപ്പിച്ച് പറയുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ ദുർബലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാവുന്നതാണ് എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവർക്ക് നാണക്കേട് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പ്രഷർ മുഴുവൻ അനുഭവിക്കുന്നത് ഈ നെതന്യാഹു ആണ്. അയാൾക്കെതിരെ ജനരോഷങ്ങളും പ്രതിഷേധങ്ങളും ഇസ്രായേലിലെമ്പാടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ രാജ്യത്തോടായി പ്രസംഗിച്ചത്, ഞാൻ വീണ്ടും ഗസയെ ആക്രമിക്കുമെന്ന്. ഇപ്പോൾ അവർ യുദ്ധം നിർത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് നിലച്ചതുകൊണ്ടാണ്. അമേരിക്ക ഇനിയും ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാട് തുടർന്നാൽ ഞങ്ങൾ വീണ്ടും ഗസയെ ആക്രമിക്കുമെന്ന് അയാൾ പറയുന്നു. ഇസ്രായേലി ജയിലുകളിലുള്ള ഈ പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചാൽ തന്നെ അവരെ ഞങ്ങൾ ഗസയിലേക്കല്ല അയക്കുന്നത്, അവരെ മറ്റേതെങ്കിലും രാജ്യത്തേക്കാണ് അയക്കാൻ പോകുന്നത് എന്ന് അയാൾ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഈ തടവുകാർ ഗസയിലേക്ക് തിരിച്ചു വന്നാൽ അത് ഇസ്രായേലിന് വളരെയധികം ദോഷമാണ് ഉണ്ടാവുക എന്ന് അയാൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ വിദേശത്തേക്ക് അയക്കും, അവർ ഇനിയും ഗസയിൽ തുടർന്ന് ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അയാൾ തീർത്തു പറയുന്നുണ്ട്. ഇടപാടുകളുടെ സത്യസന്ധതയിൽ സയനിസ്റ്റുകൾ എന്നും ചതിയന്മാരാണ് എന്ന് ഈ പ്രസ്താവനയ്ക്ക് ശേഷം ലോകം അയാളെ കുറ്റപ്പെടുത്തുകയാണ്. അത് ശരി തന്നെയാണ്, ഇസ്രായേൽ എന്നും ചതിയന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പല വീഡിയോയും അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണത്തിനായി ഞങ്ങൾ ഗസയിലുള്ളവരെ മറ്റൊരിടത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞതായി NBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിലുള്ള 20 ലക്ഷം ജനങ്ങളെ, അതായത് തിരിച്ചു വരുന്ന അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള 20 ലക്ഷം ജനങ്ങളെ ഞങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഗസയുടെ പുനർനിർമ്മാണം നടത്തുമെന്നുള്ളതാണ്. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ഇയാളുടെ മണ്ടത്തരത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിച്ചേക്കാം. ഗസയുടെ പുനർനിർമ്മാണം എന്ന പേര് പറഞ്ഞുകൊണ്ട് അവിടെയുള്ളവരെ മുഴുവൻ ഇന്തോനേഷ്യയിലേക്ക് നാട് കടത്തിയിട്ട് നാട് നല്ല രീതിയിൽ വലിയ വലിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഗസക്കാരെ കൊണ്ടുവന്ന് നിങ്ങളിവിടെ കിടന്നു, നിങ്ങൾ നന്നായി ജീവിച്ചോ എന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇയാൾ എത്രയധികം മണ്ടനാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും പോകുമോ? സ്വന്തം നാട് വിട്ട് വേറൊരു രാജ്യത്ത് പോയി കുറേ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് തിരിച്ച് ഗസയിൽ വന്ന് ജീവിക്കാമെന്ന് കണക്ക് കൂട്ടുന്നത് മണ്ടന്മാരല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവിടേക്ക് പോകുമോ ആരെങ്കിലും? ട്രംപ് മാത്രമേ പോകാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ പ്രസ്താവന വെറും മണ്ടത്തരമായി ലോകം പരിഹസിക്കുകയാണ്. ഇയാൾ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മണ്ടത്തരമാണിത്. ഇയാൾ ഈ പറയുന്നത് കേട്ടാൽ ഓർക്കും ഗസയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ വളരെയധികം ഉത്കണ്ഠയുണ്ട്, അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു എന്ന് തോന്നും. സത്യത്തിൽ അതല്ല അവരുടെ ലക്ഷ്യം. ഇവരുദ്ദേശിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഇന്തോനേഷ്യക്കാരായി മാറിക്കോളും. പിന്നെ ഇവർക്കിവിടെ ഗസയിൽ യാതൊരുവിധ എതിർപ്പും ഇല്ലാതെ സുഖമായിട്ട് ഇസ്രായേലികളെ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യമായിട്ട് പിടിച്ചെടുക്കാൻ കഴിയും. ഇതാരെങ്കിലും സമ്മതിക്കുമോ ഇക്കാര്യം? അത് പറയുന്നത് ഒരു അമേരിക്കയുടെ പ്രസിഡന്റാണ്, ലോകത്തിലെ പ്രഥമ പൗരനാണ്. അയാൾ ചിന്തിക്കേണ്ടത് ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ലോകം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അയാൾക്ക് അതിനുള്ള ചിന്താബോധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ട്രംപ് ഒരു കോമാളിയാണെന്ന് പരക്കെ പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇസ്രായേലിന് ആവശ്യമുള്ള മുഴുവൻ ആയുധങ്ങളും കൊടുക്കുമെന്ന്. യുദ്ധം തീർന്ന് ഗസയിൽ ആളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ആയുധം കൊടുക്കുന്നത്? ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അഥവാ ഇനി യുദ്ധമെല്ലാം തീർന്ന് ബന്ദികളെല്ലാം തിരിച്ചെടുത്തതിന് ശേഷം ഗസക്കാരോട് പറയണം, നിങ്ങളുടെ ഗസയെല്ലാം ഞങ്ങൾ പുനർനിർമ്മിച്ച് നല്ല ഭംഗിയാക്കി കൈ തരാം, നിങ്ങളെല്ലാം കൂടെ ഇന്തോനേഷ്യയിലേക്ക് പോക്കോ എന്ന് പറഞ്ഞ് ഇവരാരും പോയില്ലെങ്കിൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ഇവർ ഗസയിൽ കൊണ്ട് പഴയതിലുപരിയായി ബോംബുകളിട്ട് ആ രാജ്യം വീണ്ടും തകർന്ന് തരിപ്പഴം ഈ 20 ലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കും.
പിന്നെ അവർക്ക് ആരെയും ഭയപ്പെടാനൊന്നുമില്ല, കാരണം ബന്ദികളൊന്നും ഇവരിലില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ഹമാസ് മണ്ടന്മാരാണെന്ന് ഇവർ ധരിക്കണം. ഇവരെ ഒരിക്കലും ഹമാസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബന്ദി കൈമാറ്റം നടക്കേണ്ട അവസാന നിമിഷത്തിൽ പോലും ഞങ്ങളുടെ എത്രയധികം ആളുകളെ തിരികെ വേണം എന്നുള്ള ഒരു കൃത്യമായ കണക്ക് ഇപ്പോഴും പൂർണ്ണമായി തന്നെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടില്ല. അവർ പലതവണക്കാരും ചോദിച്ചിട്ടുണ്ട്, കാരണം അവർക്കറിയാം ഇവരെ മുഴുവൻ കിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഇസ്രായേലികൾ പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള പലസ്തീനികൾ അവർ അതിഭീകരന്മാരാണ്, അവരെ വിട്ടുകൊടുത്താൽ അവർ വീണ്ടും ഗസയിൽ പ്രശ്നം ഉണ്ടാക്കും, ഇസ്രായേലികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഉഗ്ര ഭീകരന്മാരാ ലിസ്റ്റ് ചെയ്തവരുടെ പേരുകളാണ് ആദ്യം തന്നെ ഹമാസ് കൊടുത്തത്. അതിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ വിടുന്നുണ്ടെന്ന് പറയുന്നിട്ട് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇസ്രായേലികളും പലസ്തീനികളും തമ്മിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇസ്രായേലികൾ പലസ്തീനികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒരു ഭീകരരായിട്ടാണ് കാണുന്നത്. അവർ നമ്മളെ കണ്ടാൽ, അവർ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും എന്നൊക്കെയാണ് ഈ ഇസ്രായേലികൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അതവരുടെ ഉള്ളിലെ ഭയവും ഇവരുടെ സ്വത്തുവകകളാണ് ഞങ്ങൾ പിടിച്ചിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉൾഭയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയധികം ഭയം വരാൻ കാരണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ലോകത്ത് ജീവിക്കുന്നില്ലേ, നമുക്ക് ആർക്കെങ്കിലും വരാനുള്ള ഭയമുണ്ടോ? അതിന് കാരണം മറ്റൊരുവൻ്റെ വസ്തുക്കൾ അനധികൃതമായി കയ്യേറി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തെങ്കിലും അത് ചോദിച്ചുകൊണ്ട് തിരികെ വരൂ എന്നൊരു ഉൾഭയം പൊതുവെ ഇസ്രായേലികളുടെ ഉള്ളിലുണ്ട്. അവർക്ക് അർഹതപ്പെട്ട സ്വത്തല്ല അവർ അനുഭവിക്കുന്നത് എന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പലസ്തീനികളുമായി ഇടപഴകാതിരിക്കുന്നതും പലസ്തീനികളെല്ലാം ഇവിടെ നിന്ന് ഓടിക്കണം, നമുക്ക് ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത്. ഈ ജനങ്ങൾ നമ്മൾ പുറമേ കാണുന്നത് പോലല്ല. ഇസ്രായേലിനുള്ളിൽ അതിഭയങ്കരമായ ഭയമാണ് ജനങ്ങൾക്കുള്ളത്. അവർ പാമ്പിനെ പോലെയാണ്, ഭയന്നാണ് കഴിയുന്നത്. ഏത് നിമിഷവും അവർക്കെതിരെ ആക്രമണം ഉണ്ടാകാം. അതായത് ഒരു പലസ്തീനി അവരെ കണ്ടെത്തുന്ന താമസമേ ഉള്ളൂ, അവരെ കൊല്ലാൻ, ആക്രമിക്കാൻ എന്നിവർ സ്വയം ചുമ്മാ ഭയപ്പെടുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇടപാടുകൾ മര്യാദയ്ക്കാണ് എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആരെയും ആക്രമിക്കില്ല. അത് ലോക നിയമമാണ്. അതല്ല മറ്റൊരുവൻ്റെ വസ്തു ബലമായി പിടിച്ചു വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നും ഭയപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇസ്രായേലികൾക്കുള്ളിലും ആ ബോധമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവർ ഈ വെടിനിർത്തൽ കരാറിന് തയ്യാറായിട്ടും വീണ്ടും ഞങ്ങൾ ഗസയെ ആക്രമിച്ച് ഇവരെ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഓടിപ്പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരമായി ആക്രമണത്തെ ഭയന്ന് ജീവിക്കേണ്ടി വരും. ഇനി അഥവാ വീണ്ടും ഗസ ഇവർ ആക്രമിക്കുകയാണെന്ന് വെച്ചാൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു ഒക്ടോബർ 7 ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഇസ്രായേലിനുള്ളിലേക്ക് എങ്ങനെ കടന്നു കയറണമെന്ന് ഇപ്പോൾ ഹമാസ് നന്നായി തന്നെ പഠിച്ചു കഴിഞ്ഞു. അവർ വീണ്ടും ഇതുപോലെ ബന്ദികളെ തട്ടിക്കൊണ്ട് വരില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിന് ഇപ്രാവശ്യം വേലി വിളിച്ചകത്ത് കയറിയെങ്കിൽ ഒരു മറ്റേതെങ്കിലും രീതിയിൽ അവർ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറും. അപ്പോൾ നമ്മൾ വീട് എത്ര സുരക്ഷിതമാക്കിയെന്ന് പറഞ്ഞാലും കള്ളന്മാർ കയറുന്നില്ലേ. നമ്മൾ പറയും ക്യാമറ വെച്ചിട്ടുണ്ട്, വലിയ പട്ടികളുണ്ട്, വലിയ മതിൽ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കള്ളം കയറുന്നില്ലേ. ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ സൈനിസ്റ്റുകളെ എപ്പോഴും ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ട് വന്നേക്കാം. ഇത് ഇസ്രായേലികൾക്കും അറിയാം. അതുകൊണ്ടാണ് അവരെല്ലാവരെയും നാട് കടത്തണം എന്ന് ട്രംപും ഈ നെതന്യാഹു ഒക്കെ ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ എങ്ങും പോരാ, ഇന്തോനേഷ്യക്ക് വിടണം. അടുത്ത ഈ സിറിയയിലേക്കോ അതല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്കോ ഒന്നും അല്ല അവർ നാട് കടത്താവുന്നത്. ഇന്തോനേഷ്യക്ക് ഇവിടെ എങ്ങും പോരരുത്, കടൽ കടത്തി വിട്ടേക്കുക. ഇതാണ് മറ ഉള്ളിലിരിപ്പ്. എന്നിട്ട് അത് വിളിച്ച് പറയുക. മറ്റുള്ളവരെല്ലാം പൊട്ടന്മാരാണല്ലോ, അമ്മമാരിങ്ങനെ വിളിച്ച് പറഞ്ഞ പറഞ്ഞാൽ അതുപോലെ അങ്ങ് നിന്ന് കൊടുക്കുക, എന്നാൽ ഞങ്ങളെ അങ്ങോട്ട് ഇന്തോനേഷ്യക്ക് അങ്ങ് കടത്തിക്കൂ എന്ന് പറയാൻ വേണ്ടി നിന്ന് കൊടുക്കാൻ അവരെല്ലാം പൊട്ടന്മാരാണല്ലോ. ഇവർ ചുമ്മാ ഇങ്ങനെ സ്ഥിരമായി വാചകം അടിക്കുന്നല്ലാതെ ഒന്നിനും കഴിവൊന്നുമില്ല. ഇസ്രായേലിന് ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. ഗതികേട് കൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് ആ ചമ്മലം കൊണ്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്ക ഇനിയും ആയുധങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഗസയെ ആക്രമിക്കും, ബന്ദി കൈമാറ്റമൊക്കെ കിടക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ മുഴുവൻ ബന്ദികളെയും തിരിച്ചെടുക്കും. ഇനി അതിൽ ഏറ്റവും രസമെന്ന് വെച്ചാൽ ഈ ബന്ദി കൈമാറ്റം നടക്കുമ്പോൾ 33 പേരെ കൈമാറുമെന്നൊക്കെ ഇപ്പോൾ പൊതുവെ എല്ലാവരും, നമ്മളുൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. 33 പേരെ കൈമാറാനാണ് പുതിയ എഗ്രിമെൻറ്റ് തയ്യാറായിരിക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ 33 പേരെ. എന്നാൽ ഈ 33 പേര് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഹമാസ് അക്കാര്യം ഉറപ്പിച്ച് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ബന്ദികളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഹമാസിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു. ഇസ്രായേൽ നിരന്തരമായി ആക്രമിക്കുന്നതുകൊണ്ട് ബന്ദികളെ ആരെയും കാണുന്നില്ല, എല്ലാത്തിനെയും കൊന്നൊടുക്കുക എന്നാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതൊരു ഇച്ചിരി ശാസ്ത്രീയമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ബന്ദികളെ കാണാനില്ല എന്നുള്ളത്. ബന്ദികളെ ഉണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടല്ലോ, അവർ സൂക്ഷിച്ച് വെച്ചിരുന്നിടത്ത് കൊണ്ട് ബോംബിട്ട് അടിച്ച് പൊട്ടിച്ച് കഴിയുമ്പം എല്ലാം ചത്തവിടെ തന്നെ കിടക്കുമല്ലോ. അപ്പോൾ അവരിച്ചിരി ഒരു കലാപരമായി പറഞ്ഞു, ബന്ദികളെയൊന്നും കാണാനില്ല കേട്ടോ, അല്ല എല്ലാം ചത്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതാവുമല്ലോ, ആക്രമണം കൂട്ടും. അതുകൊണ്ട് അവർ പറഞ്ഞ് കാണാനില്ല, ഞങ്ങളത് തപ്പി പെറുക്കി എടുക്കട്ടെ എവിടെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്
എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനർത്ഥം ഇപ്പോൾ ബന്ദികളെല്ലാം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ വലിയ കാലത്തിൽ കഞ്ഞിയിട്ട് വീടുകളിലെല്ലാം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം വെറുതെ ആവും. പകരം കുറച്ച് ഫോട്ടോ ആയിരിക്കും ഹമാസ് ഈ IDF-ൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുത്തുവിടാൻ പോകുന്നത്. കാരണം ഇവരെല്ലാം ചത്തഴുകി പോയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ബോംബിട്ട് എല്ലാത്തിനും കൊന്നു, എല്ലാം മണ്ണിനടി പോയിട്ടുണ്ട്, എടുക്കാനും മാർഗം അവിടെ പോയി കിടപ്പുണ്ട്, മാന്തി എടുത്തോ എന്നവർ ചിലപ്പോൾ പറയും. അതുകൊണ്ട് ഇതേ കുറച്ച് ഫോട്ടോസ് പിടിച്ചു, നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് വീട്ടുകാർക്ക് കൊടുത്ത് സമാധാനിച്ചു. ഇക്കാര്യം ഇസ്രായേലിനും ബോധ്യമുണ്ട് കേട്ടോ. പക്ഷേ ജനങ്ങളോട് പറയുന്നില്ല, ജനങ്ങളെ അവർ ഇസ്രായേൽ ശരിക്കും കബളിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ദികളെ ഞങ്ങളിപ്പോൾ കൊണ്ടുതരും, ജീവനോടെ കൊണ്ടുതരും എന്നൊക്കെ പറയുകയാണ്. കാരണം എന്താ, ജനരോഷം അത്രയധികമാണ് ഇസ്രായേലിൽ. അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇയാൾ ഇറക്കുന്ന ചില നമ്പറുകളാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, ഈ ബന്ദ് കൈമാറ്റം നടന്ന് ഈ കരാറിൽ ഉറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഇല്ലാതാവും എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. കാരണം അവർ ഗസയെ മുഴുവനായും തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലുപരി ഇസ്രായേൽ മുഴുവനായും തന്നെ തീർക്കാൻ മറ്റു പുറത്തുള്ള ഗസയെ അനുകൂലിക്കുന്ന സംഘടനകൾ, ഹൂത്തികൾ, ഹിസ്ബുള്ള എല്ലാവരും ശ്രമിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവില്ല. അതോടൊപ്പം അവർക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ഈ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹവും അവസാനിക്കും. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ലോകത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്നുള്ള ഒരു പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. കാരണം അമേരിക്ക ഇപ്പോൾ ഉക്രൈനിൽ പരാജയമാണ്, ഈ ഗസയിൽ പരാജയമാണ്. അമേരിക്ക ഇത്രയും സഹായിച്ചും അമേരിക്കൻ പട്ടാളക്കാരെ വരെ ഇറക്കിക്കൊടുത്തിട്ടാണ് അമേരിക്ക ഗസയിൽ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അവിടെ അവർക്കൊന്നും ജയിക്കാനും ഒന്നും ചെയ്യാനും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ വലിയ ശക്തിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വാചകം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അത് വരും കാലങ്ങളിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പെരുമാറാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ രണ്ടും നശിക്കും എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.